ഇവർക്ക് എംസാൻഡും വേണ്ട, മെറ്റലും വേണ്ട, പിസാൻഡും വേണ്ട. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. KL 22 കഴക്കൂട്ടം, KL 02 കൊല്ലം, KL 14 ആറ്റിങ്ങല്. എങ്ങോട്ട് പോകണം നമ്മള്? അപ്പൊ ഇതാണ് നമ്മുടെ ക്രഷർ. തിരുനെൽവേലിയിലുള്ള ക്രഷറാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ക്രഷർ ഇതാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കേരളത്തിലോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ എന്താ മെറ്റലുണ്ടല്ലോടാ? മെറ്റല് എംസാൻഡ്, പീസാൻഡ്, നമുക്ക് കൺസ്ട്രക്ഷൻ വീട്ടിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. 24 ആണ്. 24 ആണ്. എന്തുമാത്രം സാധനങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ പറ്റുന്ന നല്ല മണലല്ലേ? പൂഴിമണല്. നമുക്ക് എത്ര സമയം എടുക്കും? നമുക്കൊക്കെ ഒരു 15 മിനിറ്റ് നമ്മളിവിടെ ഇറങ്ങിപ്പോ ലോഡാവുക, വെയിറ്റ് എടുക്കാൻ പോവാ. ഇത്രേ ഉള്ളൂ. KKM എന്നാണ് ഈ ക്രഷറിന്റെ പേര്. തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ക്രഷർ ഇതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വന്ന് ലോഡ് എടുക്കുന്നു എന്നതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. ഏക്കർ കണക്കിന് സ്ഥലവും അതുപോലെ ഏക്കർ കണക്ക് മെറ്റീരിയൽസുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു സാധനത്തിന് ഒരു ഷോർട്ടേജും ഇല്ല. എത്ര വേണമെങ്കിലും സ്റ്റോക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. എന്ന് പറഞ്ഞ് ഓവർലോഡ് എടുക്കാമെന്നല്ല, നമ്മുടെ ടിപ്പറിന് ഒരു പാസിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. നമുക്ക് അനുവദീയമായ രീതിയിൽ ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും സ്റ്റോക്ക് കൊണ്ടുപോകാം. നമ്മൾ ഈ ക്രഷറിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ആദ്യ ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഇവിടെ നിന്നൊരു കൂപ്പൺ കിട്ടും. അതിൽ നമ്മുടെ വണ്ടി ഡീറ്റെയിൽസും നമുക്ക് എടുക്കാനുള്ള ലോഡിന്റെ ഡീറ്റെയിൽസും കാണും. ആ ഒരു കൂപ്പണും കൊണ്ട് നമുക്ക് ഏത് മെറ്റീരിയൽസ് ആണോ എടുക്കേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് പോകണം. അതിപ്പോൾ നമ്മുടെ ലോഡ് എംസാൻഡ് ആണെങ്കിൽ എംസാൻഡ് ലോഡ് ചെയ്യുന്ന നമ്മുടെ JCB ഓപ്പറേറ്റർമാരുണ്ട്, അവരടുത്തോട്ട് പോകണം. അതല്ല നമുക്ക് വേണ്ടത് മെറ്റൽ ആണെങ്കിൽ മെറ്റൽ കോരിയിടുന്ന JCB ഓപ്പറേറ്റർമാരുണ്ട് അവിടെ. അങ്ങനെ പല സെക്ഷനിൽ ഓരോ ഭാഗത്തും JCB ഓപ്പറേറ്റർമാരുണ്ടാവും. നമുക്ക് ഏതാണോ ആവശ്യം നമുക്ക് അവരുടെ അടുത്തോട്ട് പോയിട്ട് കൂപ്പൺ കൊടുത്താൽ നമുക്ക് ഒരു ലോഡ് കയറ്റി തരും. എത്ര വേണോ എന്നാ? ഇപ്പൊ നമ്മുടെ വണ്ടി ഒന്നുകൂടെ പോയേക്കാണ്. കുറച്ച് എംസാനും കൂടെ കയറ്റിക്കൊണ്ട് വീണ്ടും വന്ന് ബ്രിഡ്ജിൽ കയറ്റി അത് 49 ടണ്ണാക്കും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ എംസാനിന്റെ അളവ് 31 ടണ്ണോളം 30 ടണ്ണോളം വരത്തുള്ളത്. ബാക്കി വണ്ടിയുടെ വെയിറ്റ് ആണ്. അപ്പൊ അതനുസരിച്ച് മാത്രമേ നമുക്ക് ഇനി ഇവിടുന്ന് പോകാൻ പറ്റൂ. കറക്റ്റ് ലോഡ് എടുത്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റൂ. അപ്പൊ കുറവാണെങ്കിൽ കൂടുതലാണെങ്കിൽ അവർ കറക്റ്റ് അളന്നിട്ട്, കൂടുതലാണെങ്കിൽ നമ്മൾ തിരിച്ചുകൊണ്ട് തട്ടും, കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൊണ്ട് ഇട്ടുകൊണ്ട് വരും. ഇപ്പൊ വീണ്ടും വണ്ടി പോയേക്കാണ്. അടുത്ത കുറച്ചുകൂടെ കയറ്റിക്കൊണ്ട് വരാൻ. രണ്ടാമത് കുറച്ചും കൂടെ എംസാൻഡ് കയറ്റിയിട്ടാണ് നമ്മൾ വീണ്ടും ബ്രിഡ്ജിലോട്ട് കയറ്റുന്നത്. നമുക്ക് 49 ടണ്ണ് കുറഞ്ഞത് വേണം. 49 ടണ്ണ് മുതൽ 49,500 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ലോഡായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. നമുക്കിപ്പോ 49,480. നമ്മുടെ ലോഡ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്തൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും വണ്ടിയിൽ വെച്ചിരിക്കേണ്ട ക്ലിയറൻസ് പേപ്പർ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇവിടെ നൽകും. അതും മേടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് യാത്ര തുടരാൻ പറ്റത്തുള്ളൂ. നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും ചെക്കിങ്ങോ ക്ലിയറൻസോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പർ കാണിച്ച് നമുക്ക് കടന്നു പോകാം. അവരെ വണ്ടി തന്നെ ഇതത്ര ഈ കമ്പനി വണ്ടിയാണ്. ഓട്ടം പോയിട്ടുണ്ട്. KKM. അതിനൊക്കെ എന്തോന്നായിരിക്കും? ഓ, അത് വെട്ടി ഇറക്കുന്ന രീതിയിൽ. ബോഡി വണ്ടി ഒരുപാട് വരുന്നുണ്ട്, ടിപ്പർ ഒരുപാട് വരുന്നുണ്ട്.
ലോഡ് ഇറങ്ങിയപ്പോൾ മറ്റേ നമ്മൾ ലിഫ്റ്റിംഗ് ടയർ ഇറങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റ് ചെയ്ത് പൊങ്ങയും താഴെ ചെയ്ത ആ ടയർ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവർ മാറിയിട്ടുണ്ട് guys. ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടുത്ത ഡ്യൂട്ടിയാണ്. അതെ, ഇനി നിനക്ക് റെസ്റ്റ്, നിനക്ക് ബാക്കി കിടക്കാം. എനിക്ക് ബർത്തിൽ കിടക്കാം. എത്ര നേരം ഉറക്കം വരുന്നു. നീ ഇനി അടുത്ത് എന്റെ ഡ്യൂട്ടി, അടുത്ത എന്റെ ഡ്യൂട്ടി. അടുത്തത് ആള് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു ലോഡ് എംസാൻഡ് 49 ടൺ മൊത്തം 39 ടൺ എംസാൻഡുമായിട്ട് ഇന്നത്തോട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ബൈ ബൈ പറയാൻ നമ്മുടെ പ്രേക്ഷകർ